മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖം നാളെ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. 5 മന്ത്രിമാരും വിസിമാരും പങ്കെടുക്കും. 50% പെൺകുട്ടികളായിരിക്കും മുഖാമുഖത്തിൽ പങ്കെടുക്കുക. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ മേന്മ വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. നവകേരള സദസ്സിന്റെ തുടർച്ചയായാണ് സംസ്ഥാനത്തെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി മുഖ്യമന്ത്രി മുഖാമുഖം നടത്താനൊരുങ്ങുന്നത്. ഇതിലെ ആദ്യ പരിപാടിയായ വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖം നാളെ രാവിലെ 9:30 കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള വിദ്യാർത്ഥികളുടെ മുഖാമുഖം. മുഖ്യമന്ത്രിയെ കൂടാതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാർ, സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള പ്രഗത്ഭർ തുടങ്ങിയവർ പങ്കെടുക്കും. 2000 പേരാണ് സംവാദത്തിൽ പങ്കെടുക്കുക. പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കാവുന്നതാണ്, നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 60 വിദ്യാർത്ഥികളായിരിക്കും മുഖ്യമന്ത്രിയുമായിട്ട് സംവദിക്കുക. മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് മുഖാമുഖം പരിപാടിക്ക് വേദി ഒരുക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും നല്ല നിലയിൽ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. നവകേരള സൃഷ്ടിക്കായുള്ള വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ, പുതിയ മുന്നേറ്റങ്ങൾ, വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ മുഖാമുഖത്തിൽ ചർച്ചയാവും. വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയോട് സംവദിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള സംവിധാനം മുഖാമുഖത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പരിപാടിയിൽ സംവദിക്കാൻ അവസരം ലഭിക്കാത്തവർക്ക് കാര്യങ്ങൾ എഴുതി നൽകാനുള്ള അവസരവുമുണ്ടാകും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.